പത്തനംതിട്ടയിൽ എം പി ഫണ്ടിൽ നിർമ്മിച്ച 63 കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെയും 20 4G ടവറുകളിലെയും ആന്റണിയുടെ പേര് മറയ്ക്കണമെന്ന LDFന്റെ പരാതി. പേര് മറയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പേരും പ്രദർശിപ്പിക്കണമെന്നാണ് LDFന്റെ ആവശ്യം. വിവരങ്ങൾ നൽകാൻ കെ അഖിൽ ചേർന്നുണ്ട്. അഖിൽ, എന്താണ് LDFന്റെ പരാതി ആർക്കാണ് നൽകിയത്? രശ്മ, ഈ പരാതിയിൽ പറയുന്നത്, അതായത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ, ജില്ലാ ഭരണാധികാരിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് കാണിച്ചാണ്. അതായത് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ഈ ഇലക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സ്ഥാനാർത്ഥിയുടെ പേരും അതുപോലെ ചിത്രങ്ങളും ഉണ്ടെങ്കിൽ അത് മായ്ക്കണം. MP ആണെങ്കിൽ പോലും അധികം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ ചിത്രങ്ങളും പേരുകളും മായ്ക്കണം എന്നതാണ് ഈ ചട്ടം ലംഘിച്ചുകൊണ്ട് MP നൽകിയിട്ടുള്ള പ്രാദേശികമായി നൽകിയിട്ടുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ഈ 4G ടവറുകളിലും ഇത്തരത്തിൽ MP ഫോട്ടോയും അതുപോലെ തന്നെ പേരും സ്ഥാപിച്ചിട്ടുണ്ട്. ആ ആന്റണിയുടെ പേരുകളും ഈ സ്ഥാനങ്ങളും മറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ LDF ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്. രാജ്യപ്രധാനമായിട്ടുള്ള സെക്രട്ടറിയും അതുപോലെ തന്നെ LDFന്റെ കൺവീനറും അടക്കമുള്ള ആളുകൾ ചേർന്നാണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ ഇത്തരത്തിൽ ഇപ്രകാരം ഈ സംഭവങ്ങളൊന്നും മറക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ തോമസ് ഐസക്, LDF സ്ഥാനാർത്ഥിയെ തോമസ് ഐസക്കിന്റെ പോസ്റ്ററുകളും അല്ലെങ്കിൽ പേരുകളോ ഇതിൽ പ്രദർശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഇത് പതിക്കാനുള്ള അനുവാദം കൂടി നൽകണം എന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുന്നത്. രേഷ്മ. ശരി അഖിൽ.